ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിചാരിച്ചണക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മഴയായി, വണ്ടി പണിയായി. പിന്നെ വണ്ടിയിൽ ഒരു തൽക്കാലം ഒരു ടയറൊക്കെ മേടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമുക്ക് കഴിഞ്ഞോടെ പോകണമെന്ന് വിചാരിച്ച കടലാണിപ്പാറയിലൊന്ന് പോകണം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അപ്പോൾ അവനെ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകാം. പിന്നെ കുറച്ച് പരിപാടീസുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇന്നത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. പറ്റുമെങ്കിൽ ഒരു സെലിബ്രിറ്റി പയ്യനുണ്ട്, അപ്പോൾ അവനെയും കൂടെ കാണിക്കാൻ പറ്റുമെങ്കിൽ അവൻ വീട്ടിൽ ഉണ്ടാകുന്ന അറിയണം, വിളിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ അവനോട് കാണിക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന അതേ പയ്യന്മാർ, അതേ വീട്. അപ്പോൾ ന്യൂമാരെയും കൊണ്ടുപോകണം പോകാൻ. അപ്പോൾ അവനൊരു പൗച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഫോണിൽ പൗച്ചെടുക്കണം. അവിടെ എല്ലാ ചെറുക്കന്മാരും ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ വീട്ടിലുണ്ട്. ഇതാണ് ദിനു. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ഗൈസ്. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ ടി വിക്കകത്തുള്ളു ശരിക്കുള്ള നല്ല രസമുണ്ട് ഗൈസ്. അന്നേനെ പട്ടിയുടെ പേരാണ് കേട്ടോ. അന്നേനെ കോഴിയുടെ കൂട്ടത്തിട്ടേക്കട് കട്ടിലിൽ സുഖമായിട്ട് കിടക്കുന്നതാടാ. അന്നേ എന്താ ഇങ്ങനെ നോക്കടേ. ഇതാണ് കൊച്ചി. ഇഞ്ചിരി അന്നേ ബാ ബാ ബാ. എന്നെ ആളെ മനസ്സിലായി. എന്നെ ബേബ് കൊല്ലോ തുറയടാ ഗൈസ്. പെട്ട് നമ്മൾ പോയിട്ട് വരാം. ബൈ 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 ബൈ. അടടാ കൂട്ടാൻ നോക്കണം. കോഴിക്കുഞ്ഞുങ്ങൾ, കൊച്ചുവിൻ്റെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾ. എന്താ കളിയാ കഴുത്തി രോമമില്ലാത്ത കോഴിക്ക്? എന്താ കഴുത്തി രോമമില്ലാത്ത? ഗൈസ്, ഇവിടെ കഴുത്തിൽ രോമമില്ലാത്ത കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. പാറയിലോട്ട് പോകാനുള്ള വഴി എവിടെയൊക്കെ കടലാണിപ്പാറ, കടൽ കാണി. നമ്മുടെ എൻട്രി എത്തി ഗൈസ്. എൻട്രിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ഗൈസ്. അപ്പോൾ നമ്മളവിടെ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുക്കന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത ചെറുക്കന്മാർ വരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. നമുക്ക് വ്യൂ കാണിച്ചു തരാം ഗൈസ്. നട്ടുച്ചയ്ക്ക് പാറയിൽ ഇതെന്നാടാ മഴവില്ലോ ഗൈസ്. ഇതാണ് അടുത്ത വ്യൂ. അവിടെയൊക്കെ ഇടിച്ച് പൊളിച്ച് അവിടെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ പാറ, ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന പാറ ഉണ്ട്. ഇതാണ് ഗൈസ് വ്യൂ. ഇപ്പോഴല്ല, മഴയൊക്കെ പെയ്ത് സെറ്റായി, ക്ലൈമറ്റ് സെറ്റാകുമ്പോൾ ഇവിടെ വന്ന അടിപൊളിയാണ്. അയ്യോ, അങ്ങനെ നടന്നപ്പോൾ തന്നെ നടന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സാധനം അതാണ് ഈ പാറ. അവന്മാരൊക്കെ കടയിൽ പോയേക്കും വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഇതിന് മുകളിലോട്ട് ഫുള്ള് പാറയാണ്, അങ്ങറ്റം വരെ പാറയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പായിട്ടൊക്കെ ഉണ്ട്. മുകളിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ നേരത്തെ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം അകത്ത് കാണാൻ ഫോക്കസാണ്. ഉച്ചയാണ്ടാണ്, ഭയങ്കര വെയിൽ. ഇതാണ് ഗൈസ് ഈ പാറയുടെ വ്യൂ. പിന്നെ ചരിഞ്ഞിട്ടാണ് ഇരിക്കണക്കാണ്. നമ്മൾ തോന്നും വല്ല ഉരുൾപൊട്ടലൊക്കെ വന്നാൽ വീഴുമെന്ന് തോന്നും, പക്ഷെ അങ്ങനെയൊന്നും വീഴൂല. ഇത് പണ്ടേ ഇരിക്കുകയാണ്, ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. അരക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് അടിയിൽ നിന്ന് മുളച്ച് വന്നതാണെന്ന്. പാറ വലുതായി വന്നതാണ്, പക്ഷെ സംഭവം അങ്ങനെയൊന്നും അല്ല. പണ്ടോട്ടെ ഇങ്ങനെ തന്നെ പാറ. താഴെ അവന്മാരൊക്കെ അവിടെ നിൽക്കണം. അവന്മാരുടെ അടുത്തോട്ട് പോവാം. ഇതുവഴിയാണ് മുകളിലോട്ട് പോകണ വഴി. മുകളിലോട്ട് നമുക്ക് പോവാം. അതിന് മുമ്പ് അവന്മാരെ കളിച്ചോണ്ട് പോവാം. തളർന്ന് കഴിച്ചു. ചെറുക്കുന്ന നെല്ലിക്കയൊക്കെ മേടിച്ചെന്ന് നെല്ലിക്ക. ഫോട്ടോഷൂട്ട് ഗൈസ്. നെല്ലിക്കുന്നുണ്ട്. കുരു നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുരുന്നട ഈ കുരു പിടിച്ച് ഇവിടെ ഇതിന് ശേഷം ഇങ്ങനെ നെല്ലിമരം ആവുകയാണെങ്കിൽ ഇത് ഞാൻ നട്ട കുരു വേണം കേട്ടോ. ഇവിടെ നമ്മൾ കുരു സെറ്റായിട്ട് നട്ടിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. എന്താ ലോലിപോപ്പ് മേടിച്ചത് നെല്ലിക്ക. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഭവം കാണിച്ചുതരാം. കമ്പൂട്ടായി ഇതൊരു പ്ലാസ്റ്റിക് ഞാൻ കാണിച്ചുള്ളൂ. ഇപ്പോഴാണ് ഇത് കറക്റ്റ് കറക്റ്റ് കമ്പ്. മുകളിലോട്ട് പോകാം. മുകളിൽ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അവന്മാരെല്ലാം പറയുന്നു വരുന്നുണ്ട്.
ഇവിടെ എന്തൊക്കെ പൊഴിഞ്ഞു വീണു, പാമ്പെല്ലാം തന്നെ എന്തോ. നമുക്കാണ് ഇവിടെ നിന്ന് കുറുക്ക് വഴിയുണ്ട്, ഇതുവഴി കയറിപ്പോവാം, ഇതുവഴിയും കയറിപ്പോവാം. അപ്പുറത്തുനിന്നൊരു വഴിയുണ്ട്, നമുക്ക് ഈ വഴി ഇങ്ങനെ പോവാം. ഇവിടെയൊക്കെ ഇപ്പം ഫുള്ള് ചവറായി, നേരത്തെ ചവറൊന്നുമില്ല. ഇവിടെ വൃത്തിയായിട്ടോ, ആളുകളൊക്കെ വന്ന് മറ്റേ എവിടെയൊക്കെ ആരൊക്കെ ഇരിപ്പുണ്ട് പൈസ. രണ്ട് കുപ്പിയുണ്ട് കേട്ടോ. താഴെ നമ്മൾ നോക്കിയില്ലേ, അവിടെ നിന്ന് നോക്കിയ വ്യൂ ഇതാണ്. ഓന്മാരതൊഴി കയറി വരുന്നുണ്ട്. ഞാൻ എവിടെയാടാ, അതായത് അപ്പൊ അത് അവന് പരിചയമുള്ള ആരായിരുന്നു. ഇവൻ എല്ലായിടത്തും കൂട്ടുകാരാണ്, ഏത് ജില്ല വയ്ക്കാലും എവിടെ വയ്ക്കാലും കൂട്ടുകാരുള്ള പയ്യനാണ്. ചെല്ലഞ്ചി അവനുണ്ടാവും, അവൻ്റെ പരിചയക്കാരനാണ്, എനിക്ക് പരിചയമില്ല. കേസിടുന്ന ഒരാളെ കേട്ടിട്ടുണ്ട്. എന്താടാ ചിരിയാണ് ഇതിന്റെ താഴെയായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് വരുന്നു. ഇതുവഴി നല്ല മുകളിലോട്ട് സ്റ്റെയർ ഉണ്ട്, നമുക്ക് ഈ സ്റ്റെയർ വഴിയും കയറി ഇപ്പുറ സൈഡിലോട്ട് കയറാം, മുകളിലോട്ട് കയറാം. എന്നൊക്കെയാണ്ട് കാവ് ഇവിടെ താഴെയാണ് കാവ് വരുന്നത്. ഇവിടെയാണ് കാവ് വരുന്നത്, അതാണ് കാവ്. കാവിൻ്റെ അങ്ങോട്ടൊന്നും മുകളിൽ ഉച്ച സമയമായി. ദിസ് ഈസ് സംതിങ്. ഇവിടെ നിന്ന് അതുവഴിയാണ് നമ്മൾ വന്നത്. പാറ നല്ല ഹൈറ്റുണ്ട് കേട്ടോ. ഇവിടെയും ഒരു നാഗര സംഭവമൊക്കെ വെച്ച് എന്തോ അപ്പൂപ്പൻ്റെയൊക്കെ എന്തൊക്കെ പൂജകളൊക്കെ ഉണ്ട്, പ്രതിഷ്ഠകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുവഴി ഇറപ്പം, അതുകൊണ്ട് ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടേക്ക് എന്തൊക്കെ അനക്കമുണ്ട്, പാമ്പാണ് അത്. അടുത്ത മീൻമുട്ടിയിലോട്ട് പോവാം. മീൻമുട്ടി പോയിട്ട് അവന് ഫോണിൻ്റെ പൗച്ച് മേടിക്കാൻ കടയിലോട്ട് പോകണം. മീൻമുട്ടിയിൽ എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടമല്ല, ചെറിയ വെള്ള ഒഴുക്ക് കാണിച്ചു തരാം, കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും തന്നെ തിരിച്ചിറങ്ങി പോവുകയാണ്. കയറണില്ല, ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടാസ്ക്. ഉച്ചയ്ക്ക് നല്ല പാട്ടൊക്കെ പാടിയാണ് ചെറുക്കൻ പോകണം. ചുമ്മാടെ കടന്ന് ഭയങ്കര വൈബാണ്. ഇവിടെ തന്നെ താഴേക്ക് ഇപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പേര് വന്നുള്ളൂ. ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ ആളായിരിക്കും. ഉച്ച സമയമാണ്, വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളാണ്. ഇത് വണ്ടിയുടെ അടുത്ത് ഐസ് ഇങ്ങോട്ട് പോവാം. സ്ഥലകുത്തിയിരിക്കുന്ന ഓട്ടോ എന്തോ സംഭവം പറ്റി. പൈസയുടെ വന്നത് കടയിൽ വെള്ളം വാങ്ങുന്നതിനായിട്ടൊന്നും വെള്ളം എടുത്തു. വഴി ഫുള്ള് പൊടിയാണ്, ബസ് പോയി എൻ്റെ കണ്ണിലൊക്കെ അടിച്ചു തരണം. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ മീൻമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുക്കനെ വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു സെലിബ്രിറ്റി ഉണ്ടെന്ന്. ചെറുതല്ല, അവൻ വലിയ സെലിബ്രിറ്റിയാണ്. പക്ഷെ നമ്മളെ കൂട്ടുകാരനാണ്. എൻ്റെ വീട് കാണാൻ നൈസാണ്. നിങ്ങൾ അവനെ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, അവൻ്റെ വീട് നിങ്ങൾക്ക് നല്ല പരിചയമാണ്. നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസം. വണ്ടി ഇവിടെ ഇരിക്കാം, പിന്നെ വണ്ടി വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. താഴോട്ടിറങ്ങി പോവുകയാണ്. പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ എവിടെയൊക്കെ റബ്ബർത്തോട്ടമാണ്. ചെറുക്കൻ ഫ്രണ്ടിലേക്ക് നടന്നൊക്കെ പോവുകയാണ്. അയ്യോ, താഴോട്ടാണ് വെള്ളം ഒഴുകണം. ഇന്ന് ഇപ്പോൾ ഈ സമയത്തൊക്കെ വെള്ളം കുറവാണ്, അല്ലെങ്കിൽ നല്ല ഒഴുക്കാണ് ഇവിടെയൊക്കെ, ഫുൾ ആൾ തിരക്കൊക്കെ. ഓ സീൻ, വെള്ള കളറിൽ വെള്ളം. ഇതിനകത്താണ് ഗുഹ വരുന്നത്. ഇതിനകത്ത് കയറി ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ കയറിയാൽ നമ്മളെ ഡ്രസ്സ് ഫുള്ള് സെറ്റാവും. നമ്മളല്ലാതെ ഇവിടെ കുളിക്കാനൊക്കെ വരും. അപ്പോൾ അതുവഴി അപ്പുറത്തോട്ട് പോടാം കറങ്ങി. അല്ലെങ്കിൽ ഇവിടെ ഒഴുക്ക് കണ്ടുള്ളതാണ്, പക്ഷെ ഇവിടുത്തെ ഇതാണ് ഒഴുക്കില്ല. മുകളിലുള്ള കാര്യമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ ഇപ്പം നമ്മൾ മുകളിലോട്ട് നടന്നു വരികയാണ്.
ഇവിടെയും കൂടെ ചെറിയ കുളിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും അങ്ങനെ അവിടെ ഇറങ്ങിയ നല്ല വെള്ളം ഒഴുക്കുള്ള സമയത്താണ് ഇവിടേക്ക് നമ്മൾ ഒഴുകുന്നത്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥലം. ഈ വെള്ളം ഒഴുകി അങ്ങോട്ട് പോയി അവിടെ വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. നമ്മളെത്ര കുളിച്ചേക്കണ സ്ഥലമല്ല അച്ചു. അത് വരാം ഒരു ദിവസം കുളിക്കാൻ. ഇനിയിപ്പോൾ സമയം താമസിക്കും കുറേ നേരം ഇവിടെ നിന്ന്. മാത്രമല്ല താഴോട്ടൊക്കെ ഫുള്ള് ആളുകൾ ഇവിടെ കുളിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് മാറാനും അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോണും കൊണ്ട് പോയാൽ അടി കിട്ടും ഗൈസ്. ഇത് കഴിഞ്ഞിട്ടില്ല, അവന് പൗച്ച് മേടിക്കാൻ പോകണം. അവന്മാർ പോയോന്ന് അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ അവന്മാരുടെ ഒന്ന് പൗച്ചും കൂടെ മേടിക്കാൻ പോകേണ്ടി വരും. അത്യാവശ്യം ആളുകൾ വരുന്നു. വൈകുന്നേരം വന്നിട്ട് നല്ല ആൾ വരും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ അടുത്ത് നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകാം. ഇനി അവൻ്റെ വീട്ടിൽ ബൈക്ക് കാഴ്ചയിലാണ് ഗൈസ്. അപ്പോൾ നമ്മളാണ് ചെറുക്കൻ്റെ വീടെത്താറായിട്ടുണ്ട്. അവൻ വീട്ടിൽ ഉണ്ടോ ഇല്ല ഇനി പോയെന്ന് അറിയാൻ വയ്യ. നമ്മൾ നേരത്തെ വിളിച്ചാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ എന്നോട് പ്ലസ് ടു തൊട്ട് പഠിച്ചാണ്. ചെറുക്കൻ പ്ലസ് 1 തൊട്ട് പഠിച്ചാണ്. ഞാനും ഇവനും ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം നോക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചെറുക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ചെറുക്കൻ വീട്ടിൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാം. എൻ്റെ കാർ കിടപ്പുണ്ട്. ചെറുക്കനാരെന്ന് അറിയണ്ടെങ്കിൽ അതേ ചെറുക്കൻ അതിനകത്തുണ്ട്. വീട്ടിൽ ക്യാമറ എടുത്തിട്ട് ഇവിടെ വണ്ടി അറിയാവോ ഗൈസ്? ഈ ഫോട്ടോ അറിഞ്ഞിട്ട് ഈ വണ്ടി അറിയാവോ? ഇത് രണ്ടും കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായോ? ഗസ് ദ മാൻ. ചെറുക്കൻ്റെ ഫുഡ് കഴിക്കുക ഗൈസ്. ഇതാണ് ചെറുക്കൻ്റെ വീട്ടിലെ ഡ്രോയിങ് ഒക്കെ നൈസ് അല്ലേ? വർക്കൊക്കെ അടിപൊളിയല്ലേ? ചെടികളുണ്ട്. ഇവിടെ ഒരു മരം നിപ്പുണ്ട്. സെറ്റ്, വീടൊക്കെ സെറ്റ്. ഓ വൈബാക്കി എല്ലായിടത്തും വണ്ടി. എന്ത് ചോറിട്ട് വെക്കുമ്പോഴത്തേക്ക് ചിലവന്മാര് വന്നു. അത് തന്നെ, ചോറുണ്ടെങ്കിൽ ചിലവന്മാര് ഇതാണ് പോയി ചോറ് കട. ചെറുക്ക് എന്തോ സീരിയസ് ആയി കണ്ടോണ്ടിരിക്കുന്നു. എന്തോ സീരിയസ് ഇത് പ്രേമില് കൊള്ളാവോ? ചെറുക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെറുക്കൻ്റെ വീട്. എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ഇനി അവൻ്റെ കാറ് കാണിച്ചു തരാം. അവൻ ഡ്രീമായിട്ട് ആശിച്ചൊക്കെ പെയിൻറ്റ് മാറ്റിയെടുത്ത വണ്ടിയാണ്. അവൻ ഫസ്റ്റ് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അതിപ്പോൾ അവൻ്റെ അനിയൻ്റെയാണ്. പിന്നെ അവൻ്റെ അനിയനെ അവൻ 250 കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു പടവും. ഈ പടം സീനാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ശരിയല്ലേ? ചെയ്യണുണ്ടോ പടം? അടിപൊളി. കാരണം അവൻ്റെ കാറ് എന്താ അലോയൊക്കെ ഇട്ടിട്ടുണ്ട്. സീൻ അലോയ്. വണ്ടി അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇന്ത്യയൊക്കെ സെറ്റ്. ചെറുങ്ങനെ കൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്ന് വണ്ടി അടിപ്പിക്കാം. എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എക്സോസ്റ്റ് വിളയ്ക്കുമെന്ന് അറിയാൻ വയ്യ. ഇതാണ് ചെറുക്കൻ്റെ പൾസർ. ചെറുക്കൻ്റെ വർക്കൗട്ട് സാധനങ്ങൾ. ചെറുക്കൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ബോഡി ബിൽഡിംഗ് ആണ്. ചെറുക്കൻ ഊഞ്ഞാലൊക്കെ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട്. ടാങ്ക് സംഭവങ്ങളെല്ലാം ഉണ്ട്. ആരോ വീട്ടിൽ വന്നാണ് ചെറുക്കൻ പറയണത്. ചെറുക്കൻ വേണ്ടിട്ട് ചാവിയൊക്കെ എക്സോസ്റ്റ് ഒക്കെ കൂരിയാടാ. ഒരു 10 മിനിറ്റ് സമയം തന്നെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എക്സോസ്റ്റ് വെച്ചൊന്നും വണ്ടി എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ പുറത്ത് MVD സംഭവങ്ങളൊക്കെ ഭയങ്കര സീനാണ്. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ 10 മിനിറ്റ് തന്നെ റെഡിയാക്കി തരാം. വേണ്ട നീ മേക്കറുണ്ട് റെഡിയാ. സെറ്റ് ചെയ്യാതാ. അപ്പോൾ ചെറുക്കൻ സെറ്റ് ചെയ്ത് നമുക്ക് സൗണ്ട് കേട്ടിട്ട് വെക്കണ്ട. അതാണ് ചെറുക്കൻ്റെ ആത്മാർത്ഥത. നമ്മൾ കൂട്ടുകാരന്മാർ പറഞ്ഞാൽ ഇറക്കാൻ കേൾക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അവൻ്റെ എക്സോസ്റ്റ് നോട്ട് അതെല്ലാം കാണാം. എൻ്റെ അലോയൊക്കെ സീനാണ്. ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട്. വണ്ടീനെ പ്രണയിച്ചവന്മാരാണ്. ഇതാണ് ചെറുക്കൻ്റെ വണ്ടിയുടെ അകത്ത് ഇന്ത്യയിലുണ്ട്. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ അടിപൊളി ബക്കറ്റ് സീറ്റാണ്. ചാവി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി എടുക്കുന്നില്ല. നമ്മൾ വണ്ടി എടുത്താൽ ഒരു രക്ഷ കാണൂല. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് ഒരു അമ്പലം വണ്ടിക്കത് ഫോർമാലിറ്റി ആണ് ഗൈസ്. വണ്ടിയുടെ ബാക്ക് വശം എല്ലാം സീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലടാ ബക്കറ്റ് സീറ്റ് അല്ലേ ഇത്? കൊള്ളാം കേട്ടോ. വണ്ടി നല്ല കംഫർട്ട് ഉണ്ട്. നിന്റെ തോട്ടക്കാലം കൊണ്ട് കുറച്ച് പുറകിലോട്ട് നീക്കിയിട്. നീ ഇപ്പോഴും ഇതിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ചെരുപ്പിടാതെ വണ്ടി ഓടിക്കോളാ. ചെരുപ്പിടാതെ വണ്ടി ഓടിക്കരുത്. വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം.
റബ്ബ് അടിച്ചോ. ഇല്ല നീ അടിച്ചോ, ഞാൻ എണ്ണ അടിച്ചു. ചവിട്ടി പിടിച്ചേ, ചവിട്ടി പിടി. ചെറുക്കൻ വണ്ടിയിൽ ഓണാക്കി വന്യായ തോന്നാണ്. നാട്ടുകാരൊക്കെ അടിക്കുമെന്നാണ് തോന്നണത്. അതെ, നാട്ടുകാരൊക്കെ വിഷയം ഉണ്ടാക്കൂടെ? നാട്ടുകാരൊന്നും വിഷയമില്ല, അത്രയ്ക്ക് അതൊക്കെ അത്രയ്ക്കാണ്. നീ ചെറുക്കനെ അതൊക്കെ ഇളക്കി വെക്കണം. ഇത് സീനടി. ആ, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഈ ഫോട്ടോ കണ്ടോ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രോക്കള്ളൻ, ഈ പേര് കണ്ടോ നിങ്ങള്? പ്രോക്കള്ളൻ വിഷയം. ഇതിനൊക്കെ ഒരു വണ്ടി എടുക്കണ്ടേടിയാ തന്നെ. നമ്മള് ഫ്യൂച്ചറിൽ ചെറുക്കാൻ ഇതിനൊക്കെ ഒരു വണ്ടി എടുക്കുമെന്നാണ് പറയണത്. വീട് നൈസ് അളിയാ. ഇല്ലല്ല, പിന്നെ വന്നില്ലളിയാ, അന്ന് വന്നേ. ഇതാണ് ഈ ചെറുക്കന്റെ റൂം കാണാം. അവൻ തന്നെ നമ്മളെല്ലാം കാണിക്കുകയാണ്. സീൻ കളിയാ, വിഷയ സാധനം. ഇത് കൊള്ളാം അല്ലേ? ഇവർക്ക് അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഇറങ്ങേണ്ട റൂം ചെറുക്കണ്ട എല്ലാം ഒതുക്കിയാണ്. ഇതൊക്കെ അടിപൊളി. എയർ സ്പ്രേ ഒക്കെ അടിക്കണേൻ്റെ അത് ഉണക്കാൻ വേണ്ടിട്ട് ചെറുക്കൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേക്കാണ്. ഇതെന്നാ അടിയാ? ഇത് കാറിൽ വെക്കുന്ന സാധനം. കാറിൽ വെക്കുന്ന സംഭവം. റൂമൊക്കെ സെറ്റ്. ഓ പാവക്കുട്ടി, ചെറുക്കൻ്റെ അവന്റെ സരസുമാണിത്. ഇതാണ് അവന്റെ റൂം. ടോയ്, ഡ്രോൺ ഇതാണ് ചെറുക്കൻ മേടിച്ച ഡ്രോൺ കേട്ടോ. ഡ്രോൺ എല്ലാം അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചെറുക്കന്റെ ഫോട്ടോ സമയത്താണ് നീ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റൂം ഒന്ന് വൃത്തിയാക്കി. അതാണ് ഓക്കെ. ചെറുക്കന്റെ സീറ്റ് കസേര അപ്പെക്സ് ക്രൂ. അതാണ് സംഭവം. കുപ്പേടൊക്കെ ഉണ്ട് കേട്ടോ. അവന്റെ വർക്കിംഗ് പ്ലേസ് ആണ്. ഇതാണ് അവന്റെ വർക്കിംഗ് പ്ലേസ്. എഡിറ്റിംഗ് സെറ്റ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എഡിറ്റ് ചെയ്യുക കേട്ടോ. അവന്റെ വാളിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. റൂം അടിപൊളിയാണ്. ഇവിടെ അല്ലേ? അത് സമയം എടുക്കും കുറച്ചും കൂടെ. ഓക്കെ, അതൊക്കെ വന്നിട്ട് നിനക്ക് എന്ത് വേണം? നിനക്ക് എന്താ വേണം? നിന്നെ കൊണ്ടുപോയി നമ്മളൊന്ന് മേടിച്ചേ. ചെറുക്കനെ ഇനി പോണം. ഇനി പോയി ബോഡി ബിൽഡിങ് ഉടനെ വരുന്നുണ്ട്. ഇവനൊക്കെ മാറി കേട്ടാ. ഇവനാകെ മാറിയടിയാ. ഇവര് കണ്ടു കഴിഞ്ഞാൽ മാവനെ പോലെ. ആണ് ചെറുക്കനും ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ജുംബോയ് വളിയാ, ഇനി നമുക്ക് കാണാം. ഇപ്പൊ നൈസിന് അവന്മാരുടെ അടുത്തോട്ട് പോയി. നീ ക്യാമറ പിടിക്കുമ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് കിട്ടും. ഇങ്ങനെ പിടിച്ചാൽ തല കിട്ടും. നീ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോഴൊക്കെ നിന്റെ തല കട്ടായി പോയി. അതായത് നിന്റെ ഇങ്ങനെയാണ് സംസാരിച്ചത്. ഇങ്ങനെ അതായത് നീ കുറെ തവണ എടുക്കുമ്പോ ആ ക്യാമറയുടെ ആ ഒരു സാധനം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇരുന്നാ എങ്ങനെ പോവും, ഇങ്ങനെ വന്നാ എങ്ങനെ പോവും, ഇങ്ങനെ ഇരുന്നാ കറക്റ്റ് കിട്ടും. എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. വ്ളോഗർ ആവണം, അപ്കമിങ് വ്ളോഗറാണ്. ഇവന് പണ്ടോട്ടുള്ള ആഗ്രഹമാണ് നല്ല വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഉള്ള. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഫോണൊക്കെ എടുത്തല്ലേ. ഇതിന്റെ EMI അടയ്ക്കണ്ടേ? അതെ. ഞാനിവിടെ ഇങ്ങനെ നിന്ന സമയത്ത് രണ്ട് വ്ളോഗേഴ്സ് നമുക്ക് അടുത്ത തവണ കാണാം. കൈ വീശി വരലെന്നാണ് ഇറക്കാൻ പറയുന്നത്. ചെറുക്കൻ എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് കൊണ്ടുവരാം. അടുത്ത ചെറുക്കനെ കെട്ടിയിട്ടുണ്ട്. ഓടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെ കമ്പനിക്കാരനാണ്. അവൻ നാളെ അവിടെ ക്യാമറയുടെ ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട് വേറെ ചേട്ടനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇങ്ങനെ അവന്മാർ വരാൻ വേണ്ടി. അവന്മാർ വന്നോ? നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് പോകാം. അതിൻ്റെ വീഡിയോസ് കാണാൻ കഴിച്ചു. ഗൈസ് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുകയാണ്. ചെറുക്കൻ്റെ വണ്ടി വഴിയിലായി. എല്ലാവരും ഉണ്ട്. ഇവന്മാരെല്ലാം ഉണ്ട്. ഇവിടെ ഉമ്മാർ കൊണ്ടെത്തിച്ച് നമ്മൾ എത്രയും മുമ്പ് ഉമ്മാർ എത്തിച്ചാൽ നമ്മളവിടെ പോലീസ് ഇടന്നതുകൊണ്ട് നമ്മളങ്ങ് പോയില്ല. അപ്പോൾ ഇനി ഇവിടെ പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ട് നമുക്കിനി തിരിച്ച് പോകാനല്ല. അവന് പൗച്ച് എടുക്കണമെന്ന് പറഞ്ഞ് അതുകൂടെ നോക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ വേണ്ട വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ പൗച്ച് എടുക്കാൻ അവന്മാരങ്ങ് പോയി. ഞാൻ പോകേണ്ടി വന്നില്ല. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി. ഇപ്പോൾ അവിടെ നൈറ്റായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇവന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ചെറുക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. സഞ്ജയ്, ചെറുക്കൻ ബിനു,
അച്ചു അച്ഛനല്ല അച്ചു എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ.